ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ചെയ്യുന്നത്. ചിക്കൻ ചില്ലിയുടെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള മിനി സാൻഡ്വിച്ച് ആട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് ഞാനൊരു ചില്ലി ചിക്കൻ കമീറ എന്ന് പറഞ്ഞിട്ടൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ച് പണിയുണ്ട്, ഉള്ളിയൊക്കെ വഴറ്റണം, അങ്ങനത്തെ മസാല ഉണ്ടാക്കേണ്ട പണിയെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പണിയുമില്ല, എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡിനുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർക്കുന്നുണ്ട്. ഞാനിത് പാലിലാണ് കുഴച്ചെടുക്കുന്നത്, കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കൊണ്ട് പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം, അതും ഇല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ബട്ടർ ചേർത്തപ്പം അതും ഇല്ലയെന്ന് കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ പാലിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഫെർമെൻ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇതിന് എത്രത്തോളം മൈദ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കുക. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഫെർമെൻ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് സ്പേസ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ ബൗളിലേക്ക് മാറ്റിയതാണ്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മാരിനേഷൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു 300 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ സാധാരണ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇടുന്നുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു മാരിനേഷൻ കൊടുത്തതേ ഉള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കൻ അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടണം. എന്നിട്ട് നമ്മളിത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ ചെറുങ്ങനെ കുറച്ച് സംഭവങ്ങളൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരങ്ങനെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ആ ചിക്കനും വെജിറ്റബിൾസും ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചിക്കൻ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ട് ചെറുതായിട്ട് എടുക്കണം. കാരണം ഫില്ലിങ് നമുക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റിയ ചെറിയ ചിക്കൻ ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ആ ഒരു വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേ വേണ്ടൂ. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക. ചെറിയ ബോളാക്കി എടുക്കുകയേ ചെയ്യുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മുട്ടയിൽ ബ്രെഡ് ക്രംസിൽ ഒന്നിലും കവർ ചെയ്യുന്നില്ല. നമ്മളിത് പെട്ടെന്ന് തന്നെ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വന്നാൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ബണ്ണൊക്കെ പൊങ്ങി വരുന്ന പോലെ പൊങ്ങി വരും. അപ്പോൾ അത് ഉൾഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുക്കായി തുടങ്ങുന്നതിന് ഇതുപോലെ വലുതായി വരും.
ഇങ്ങനത്തെ 2-3 റെസിപ്പി ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉൾഭാഗം കുക്കാവും. ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവും. ശരിക്കും ഒരു ബൺ ആ ഒരു ഇതുപോലെ ഉണ്ടാവും. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കുകയേ വേണ്ടൂ. അപ്പോൾ ഫില്ലിംഗ് നിറച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ബണ്ണുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മുറിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡ് പോലെ ഉണ്ടാവുക പുറം ഭാഗം. ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യരുത്. ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വായ ഇങ്ങനെ തുറന്ന് നിൽക്കുന്ന പോലെ ഉണ്ടാവുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്, പുറത്തേക്കൊക്കെ പോകും. ഇത് ചെറിയ സാൻഡ്വിച്ചല്ലേ, അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഉള്ളിയും ക്യാപ്സിക്കും മല്ലിയിലും ചിക്കനും എല്ലാത്തിലും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്തെടുക്കുക. ഇപ്പോൾ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമൻറ്റ് ബോക്സിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്